നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ആവേശഭരിതമായി നിൽക്കുകയാണ് എല്ലാ മാധ്യമപ്പടയും. കോടതിക്ക് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കിക്കൊണ്ടുവരുന്നത് കാത്തു നിൽക്കുന്നതും ഇവരൊക്കെ തന്നെ കയ്യിൽ വെറുതെ പിടിച്ചിരുന്ന സമരക്കാർ കയ്യിൽ പിടിച്ചിരുന്ന ചീമുട്ട ഒന്നെറിയണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് അത് വെറ്റ് റേറ്റിംഗ് ആക്കാമെന്ന മട്ടിൽ നിൽക്കുന്ന വള്ളം കളി കാണുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഓട്ട മത്സരം അത്ലറ്റ്സ് ഈ നമ്മുടെ ഗ്രൗണ്ടിൽ ഓടുന്ന പോലെയുള്ള അത്രയും ആവേശ ഉജ്ജ്വലമായിട്ടുള്ള നിമിഷങ്ങൾ ദാ കടന്നു പോകുന്നു എന്ന മട്ടിലുള്ള റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ എല്ലാ ചാനലുകളിൽ നടക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് റിപ്പോർട്ടർ ടിവിയിലെ റിപ്പോർട്ടിംഗ് തന്നെയാണ്. ചീമുട്ട ഏർ ഉണ്ടായപ്പോൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചീമുട്ട ഏർ ഉണ്ടായപ്പോൾ ആ ചീമുട്ടയുടെ എണ്ണം വരെ പറഞ്ഞ് ആ രാഹുൽ മാങ്കൂട്ടം ഇരിക്കുന്ന സീറ്റിന് നേരെ ലക്ഷ്യമാക്കി എറിഞ്ഞ ചീമുട്ടകൾ പടപടയെന്ന് ഇതാ ചീമുട്ടകൾ എറിയുന്നു. ചീമുട്ടകൾ എറിഞ്ഞപ്പോൾ ഏകദേശം 10-15ഓളം 20ഓളം ചീമുട്ടകൾ എറിയുന്നു. ആ ചീമുട്ടകൾ എറിഞ്ഞതിന്റെ അവശിഷ്ടങ്ങളാണ് ഇതാ ഈ ജനറൽ ആശുപത്രിയുടെ മുന്നിലുള്ള റോഡുകളിൽ ഇതാ വിസ്താരമായി കിടക്കുന്നത് എന്ന് പറയുകയാണ് റിപ്പോർട്ടർ ടിവിയിലെ ഒരു റിപ്പോർട്ടർ. നിങ്ങൾ തന്നെ കേട്ടു നോക്കൂ ഈ റിപ്പോർട്ടിംഗ് രീതിയെക്കുറിച്ച്, റിപ്പോർട്ടിംഗ് മികവിനെ കുറിച്ച്. അവരെ കൂടി മറികടന്ന് അവരുടെ പ്രതിരോധം വീണ്ടും ചീമുട്ടയേറി വരാനുള്ള സാധ്യത പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായി തന്നെ പ്രതിഷേധക്കാരെ ഒരളവോളം പോലീസിന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. ജനറൽ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെയും വഹിച്ചുകൊണ്ടുള്ള വീണ്ടും ചീമട്ടയേർ പടപട ചീമട്ടയേർ വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് നിരവധി ചീമുട്ടകൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിന്ന ഭാഗത്ത് നിന്ന് വീണ്ടും വീണ്ടും എറിയുന്ന കാഴ്ച. അവരെ മറികടന്ന് പോലീസ് വാഹനം ഇവിടെ നിന്ന് പോയി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോലീസ് വാഹനത്തിനൊപ്പമുള്ള അകമ്പടി വാഹനങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൽ മുഴുവൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ എറിഞ്ഞ രാഹുൽ മാങ്കൂട്ടം ഇരിക്കുന്ന സീറ്റ്. ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ചീമുട്ട എറിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ആവേശം കണ്ടില്ലേ? ഇതേ ചീമുട്ടയേർ അല്ലെങ്കിൽ ഇതേ ആവേശമൊന്നും തന്നെ മറ്റ് റിപ്പോർട്ടിങ്ങിലും കാണുന്നില്ലല്ലോ എന്ന സംശയമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ കമന്റുകൾ നോക്കിക്കഴിഞ്ഞാലും, ഈ ചാനലുകളുടെ കമന്റുകൾ നോക്കിക്കഴിഞ്ഞാലും, എന്റെ പൊന്ന് റിപ്പോർട്ടർ ചാനലിലെ നിങ്ങളും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ചാനൽ ഇനി ആരും കാണരുതെന്നുള്ള കുറ്റം പറയുന്നവരുണ്ട്. എന്താണ് നിങ്ങൾക്കൊക്കെ ഇത്ര ആവേശം എന്ന് ചോദിക്കുന്നവരുടെ എണ്ണവും നിരവധി കൂടുതലാണ്. ഇതൊക്കെ നമ്മൾ മകരജ്യോതി, അങ്ങനെ ഒരിക്കൽ നമ്മൾ ശബരിമലയിലെ അത്രയും പുണ്യമായിട്ടുള്ള മകരജ്യോതി ഈ ഒരു വിഷയം നമ്മൾ താരതമ്യം ചെയ്യുന്നതല്ല. പക്ഷെ ആ റിപ്പോർട്ടിംഗ് രീതി നോക്കൂ. മകരജ്യോതി ഇങ്ങനെ ആകാശത്ത് തെളിഞ്ഞു കാണുമ്പോൾ ഇതാ മകരജ്യോതി തെളിയുന്നു, ഇതാ ഭക്തജനങ്ങൾ കാത്തിരുന്ന മകരജ്യോതി ഇതാ തെളിയുന്നു എന്നുള്ള ആവേശഭരിതമായ റിപ്പോർട്ടിംഗ് കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പോകാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച മകരജ്യോതി കണ്ടതിന്റെ ആ ഒരു അനുഭൂതി നമുക്ക് ലഭിക്കാറുണ്ട് പല റിപ്പോർട്ടിംഗ് കേൾക്കുമ്പോൾ. അതുപോലെയുള്ള ആവേശഭരിതമായ റിപ്പോർട്ടിങ്ങുകളാണ്. ഇതാ ചീമുട്ട ഏറുണ്ടാകുന്നു, പടാന്ന് ചീമുട്ടയേർ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുള്ള ഒരു ആവേശമുണ്ടല്ലോ. സത്യത്തിൽ ഇത് നമ്മുടെ ഒരു വാർത്താ മാധ്യമ രംഗത്തുണ്ടാകുന്ന ഒരു ഇടിവ് അത് തന്നെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന ചോദ്യമാണ്. നിലവാരം തൊട്ട് തലോടാത്ത, നിലവാരം ലെവലേഷമില്ലാത്ത രീതിയിലുള്ള റിപ്പോർട്ടിംഗ് അതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട റിപ്പോർട്ടിംഗ്. ശരിയാണ്, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടാകണം, അത് ബലാത്സംഗമാണ് എന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട്. രാഹുലിനെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. രാഹുലിനെ ഇനി വരും ദിവസങ്ങളിൽ പലയിടങ്ങളിലായി ചോദ്യം ചെയ്യലൊക്കെ നടത്തും. ഒക്കെ ശരി തന്നെയാണ്, അതിൽ യാതൊരുവിധ കുറ്റവുമില്ല, തെറ്റുമില്ല. ഇതുപോലെ തന്നെ പലരും പല രീതിയിൽ പറഞ്ഞും ആവേശഭരിതമായ റിപ്പോർട്ടിംഗ് നടത്തിയ കേസിലാണ് ദിലീപ് ഇപ്പോൾ പുറത്തു വന്ന് നിൽക്കുന്നത്. അങ്ങനെ പുറത്തു വന്നപ്പോൾ ദിലീപിന്റെ വീട്ടിലേക്ക് ഡ്രോൺ പറത്തിയതിന് ഇതേ ചാനലിൽ ഇപ്പോൾ കോടതി കയറി ഇറങ്ങുകയാണ് എന്ന കാര്യവും മറക്കേണ്ടതില്ല. എന്തായാലും ഈ ആവേശമൊക്കെ നല്ലതാണ്. അധികം എത്ര നാൾ ഈ ആവേശമൊക്കെ കാണുമെന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും ചീമുട്ടയേർ എന്തോ വലിയ ഇഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഭാവിയിൽ ചീമുട്ടയേർ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ അതിന് താഴെയും കമന്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ 3 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. SIT കസ്റ്റഡിയിലേക്ക് വിട്ടതിന് ശേഷം അദ്ദേഹത്തിനെ പാലക്കാടേക്കും ഒപ്പം അതുപോലെ തന്നെ ഈ ബലാത്സംഗം നടന്നു എന്ന് പറയപ്പെടുന്ന ഈ ഹോട്ടലിലേക്കും ഒക്കെ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. തെളിവെടുപ്പിന് ശേഷമായിരിക്കും കസ്റ്റഡിയിൽ നിന്നും വീണ്ടും 16-ാം തീയതി ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി കോടതി പരിഗണിക്കുക. ജാമ്യം ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ജാമ്യം ലഭിച്ചാലും ഇല്ലെങ്കിലും രാഹുൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. കാനഡയിലെ യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ പ്രധാനമായും കേസ് ബലപ്പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കോടതിക്ക് മുൻപും അതുപോലെ തന്നെ മുന്നിലും അതുപോലെ തന്നെ
ഈ ആശുപത്രിക്ക് മുന്നിലും ഒക്കെ തന്നെ കുഞ്ഞുങ്ങളുമായി വന്ന് ഉള്ള പ്രതിഷേധം, അമ്മമാരുടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം ഫ്ലക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. മാത്രമല്ല അണയാൻ പോകുന്ന പിണറായി വിജയന്റെ ആളിക്കത്തലാണ് ഈ നടക്കുന്നത് എന്ന പരാമർശവും പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ നടത്തുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതൽ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്.